ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. UPSC വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടയിൽ DGP ശ്രീജിത്ത് നടത്തിയ തറവാട് പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശ്രീജിത്തിൻ്റേത് വിഷം ചീറ്റുന്നതും ഭ്രാന്തമായ അധിക്ഷേപം നിറഞ്ഞതുമായ പ്രസംഗമാണ് എന്നും സാഹിത്യ സാംസ്കാരിക നായകന്മാർ പ്രസംഗം കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. നമ്മൾ ഇരുണ്ട കാലത്തിലേക്കാണോ പോകുന്നത് എന്ന സംശയമുണ്ട് എന്നും DGP ഖേദം പ്രകടിപ്പിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം താമസിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിയ വംശീയത ആളിക്കത്തുന്ന വിഷം ചുറ്റുന്ന ഒരു പ്രസംഗമുണ്ട്. UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ്. സമനിലയ്ക്ക് ഭ്രാന്തമായ അലർച്ചയായിട്ടുള്ളവരോട് എനിക്ക് കാണാൻ സാധിച്ചു. ഭ്രാന്തമായ അലർച്ചയായിട്ടും അദ്ദേഹം നടത്തിയത് ജാത്യാഭിമാന പ്രസംഗം. രാഷ്ട്രീയ നേതൃത്വം അത് കേട്ടില്ല. സാഹിത്യ സാംസ്കാരിക നായകന്മാർ അത് കണ്ടില്ല. ഈ തരം ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡൻഷ്യൽ പരിശോധിക്കണം, ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പശ്ചാത്തപിക്കണം. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നെങ്കിലും അദ്ദേഹം പറയാൻ തയ്യാറാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. അഭിലാഷ്, അപ്പോൾ DGP ശ്രീജിത്ത് ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നടത്തിയ പരാമർശങ്ങൾ അത് എന്തായിരുന്നു? എന്താണെങ്കിലും കടുത്ത വിമർശനമാണ് മുൻ KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത് ചെറിയൊരു വിമർശനമല്ല, അദ്ദേഹം കടുത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അതും പൊതുവേദിയിൽ, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ കോഴിക്കോട് DCC സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് മുല്ലപ്പള്ളി അതിരൂക്ഷമായി ഇക്കാര്യത്തെ വിമർശിക്കുന്നത്. 2023 ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത് സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഒരു പഠന ശിബിരത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ ഡോമിനന്റ് കാസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയോട് തറവാടുണ്ടോ എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും അത് വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യമാണ് ഇപ്പോൾ മുല്ലപ്പള്ളി എടുത്തു പറയുകയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ടത് സാംസ്കാരിക നായകന്മാരായ ആളുകളൊന്നും ഈ വിഷയം ഏറ്റെടുക്കുകയോ വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ശ്രീജിത്തിന്റെ ഭാഗത്ത് വിഷം ചീറ്റുന്ന വർഗീയമായുള്ള ഒരു പരാമർശം കൂടിയാണ് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് ഇന്നിപ്പോൾ മുല്ലപ്പള്ളി ഉയർത്തുകയും ചെയ്തത്. ഇതിൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശ്രീജിത്ത് ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും സാംസ്കാരിക കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നത് അദ്ദേഹത്തെ വലിയ തരത്തിൽ വിമർശന വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഈ വിഷയത്തിൽ വേണ്ടുന്ന രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ള വിമർശനം കൂടി മുല്ലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ശരി, അഭിലാഷ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകി.